പി ജെയിംസ്, മറ്റൊരു കാര്യം കൂടി, ഹംഗറിയിൽ നടക്കാരുന്ന ട്രംപ് പുടിൻ ഉച്ചകോടി റദ്ദ് ചെയ്തു എന്ന് വാർത്ത വരുന്നുണ്ട്. വെറുതെ സമയം കളയാനില്ല എന്നാണ് ട്രംപ് ഈസ് വെരി ബിസി. യുക്രൈൻ ഭൂമി വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇല്ലെന്ന വൊളോഡിമർ സെലൻസ്കിയും പ്രഖ്യാപിച്ചു. അതോടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ടെമ്പർ ലൂസായി, ഉച്ചകോടി തന്നെ ക്യാൻസൽ ചെയ്തു. എന്തൊക്കെയാണ് വിവരം? SKN ഈ ട്രംപിനെ കൊണ്ട് വയ്യ. ഒരു ദിവസം തീരുമാനം എടുക്കും, പിറ്റേ ദിവസം അത് മരവിപ്പിക്കും. ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചത് ഹംഗറിയിൽ പോയി പുടിനുമായി ചർച്ച നടത്തുന്നു, ഇതാ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് രണ്ടാമതും പ്രഖ്യാപിച്ചത് ട്രംപ് തന്നെയാണ്. അത് സെലൻസ്കിയോടൊന്നും സംസാരിക്കാതെയാണ്. സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൻ്റെ തലേ ദിവസം പുടിനുമായി 1.5 മണിക്കൂർ സംസാരിക്കുന്നു, എല്ലാം സെറ്റിൽ ചെയ്യുന്നു, ഹംഗറിയിൽ ചർച്ച അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വേറൊരു കക്ഷിയുണ്ട് എന്നുള്ളത് ട്രംപ് ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലൻസ്കിയുമായി ചർച്ച നടന്നപ്പോൾ അടച്ചിട്ട മുറിയിൽ വൈറ്റ് ഹൗസിൽ വലിയ ശബ്ദകോലാഹലം നടന്നു. ട്രംപ് സെലൻസ്കിയെ ശകാരിച്ചു, തിരിച്ചും സെലൻസ്കി ചൂടായി, അങ്ങോട്ടും ശകാരവും ശാപവാക്കുകളൊക്കെ നടന്നു എന്നാണ്. എന്തായാലും ടോമഹോക്ക് മിസൈലുകൾ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പുടിൻ പറഞ്ഞ പോലെ കിഴക്കൻ ഉക്രൈനിലെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും ഇതൊന്നും സ്വീകാര്യമല്ല എന്ന് സെലൻസ്കിയും ഉക്രൈൻ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ നിലപാടുകൾക്ക് അനുകൂലമല്ല. പുടിന് ഒരു അപ്പർ ഹാൻഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിനും തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ SKN അമേരിക്കയിൽ വല്ലാത്ത അവസ്ഥയാണ്. 70 ലക്ഷം 80 ലക്ഷം പേരൊക്കെയാണ് തെരുവിലിറങ്ങുന്നത്. അവിടെ ശമ്പളമില്ല, അടച്ചുപൂട്ടലിലാണ്. 7 ലക്ഷം സർക്കാർ ജീവനക്കാർ ശമ്പളം കിട്ടാതെ തൊഴിലില്ലാതെ നിൽക്കുന്നു. അപ്പോൾ അമേരിക്കയിൽ ഏതാണ്ട് യുദ്ധസമാനമായ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ട്രംപ് ഈ പുറത്തൊക്കെ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നത്. അകത്ത് യുദ്ധവും പുറത്ത് സമാധാനവും എന്ന ട്രംപിൻ്റെ പുതിയ നീക്കം ഒരു പരിധി വിട്ട് വിജയിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.